ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8 നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്പറിൻറ്റൻ്റ് ഗ്രേഡ് 2വിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6ാമത്തെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മുൻപത്തെ വീഡിയോകളിൽ പാർട്ട് 1 മുതൽ 20 വരെയുള്ളതിൽ KLDCയുടെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ PWD ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 21 മുതൽ 30 വരെയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എൻ ഏരിയ ഈസ് ഓൾവേസ് ലീസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു. ഒരു ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഏത് ആക്സിസിന് അടുത്തായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി വാട്ട് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ബോഡിയുടെ റൊട്ടേഷണൽ ഇനേർഷ്യക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിക്ക് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യും? ഒരു ആക്സിസിൽ അതിനൊരു ഒപ്പോസിഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഒപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ബോഡി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഒപ്പോസിഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒപ്പോസിഷണൽ സ്പീഡ് ഓഫ് റൊട്ടേഷൻ, അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എപ്പോഴും എന്താണ്? ഒരു ആക്സിസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആ ആക്സിസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കുറവ് എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആ ഏരിയനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്സിസ് ഇതിലൂടെ പോകുമ്പോഴാണ് ലീസ്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ്. നമ്മൾ ഏത് ഏരിയയാണോ എടുക്കുന്നത് ആ ഏരിയയുടെ സെൻട്രോയിഡൽ ആക്സിസിലൂടെ അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി വാട്ട് ഈസ് എ സെൻട്രൽ ആക്സിസ് ഓർ എ സെൻട്രോയിഡൽ ആക്സിസ്? സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഏരിയയുടെ സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന, അല്ല അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസിനെയാണ് നമ്മൾ സെൻട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഓരോ ഏരിയയ്ക്കും എന്താണ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പല ഭാഗത്തായിരിക്കും. ചിലപ്പോൾ അത് പുറത്തായിരിക്കും, ചിലപ്പോൾ അത് ആ ഒബ്ജക്റ്റിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ അത് ഒരു ഒബ്ജക്റ്റിന്റെ സൈഡിലായിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാനൊക്കെ എന്തുണ്ട്? നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെൻട്രലിലൂടെ പാസ് ചെയ്ത് പോവുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് എന്താണ് അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയും അതേപോലെ തന്നെ റേഡിയസ് ഓഫ് ജൈറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് എത്ര റേഡിയസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ പറയുന്നത്. അപ്പോൾ ഈ റേഡിയസ് ഓഫ് ജൈറേഷനും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ആ ഏരിയയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയാൻ പറ്റുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സ്റ്റേബിൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവ് എ റോളർ സപ്പോർട്ട് അറ്റ് വൺ എൻഡ് then the other end will be. ഒരു സിംപ്ലി സപ്പോർട്ടഡിന്റെ ഒരു എൻഡ് റോളർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റേ എൻഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് സ്റ്റേബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞാലാണ്. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡിലും സപ്പോർട്ട് കൊടുത്തിട്ടുള്ളതിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയാം. ഒരു ബീമിന്റെ രണ്ട് എൻഡിലും എന്ത് ചെയ്തിരിക്കുക? നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ അത് ഫ്രീയും ആവില്ല, ഫിക്സഡും ആവില്ല. അപ്പൊ തന്നെ ഓപ്ഷൻ എയും സിയും എന്താണ് ഒഴിവാക്കാം. കാരണം രണ്ട് എൻഡും പ്രോപ്പർലി സപ്പോർട്ടഡ് ആണെങ്കിൽ മാത്രമേ അതിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുള്ളൂ. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്ക് വേണമെങ്കിൽ 3 കണ്ടീഷൻ പറയാം. 2 ഭാഗവും ഹിഞ്ച് വരിക, അതല്ലെങ്കിൽ 2 ഭാഗവും റോളേഴ്സ് വരിക, അതല്ലെങ്കിൽ ഒരു ഭാഗം ഹിഞ്ചും ഒരു ഭാഗം റോളറും വരിക. അപ്പൊ ഇവിടെ സ്റ്റേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബീമിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് വരാം, വെർട്ടിക്കൽ ഫോഴ്സ് വരാം, അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് ഫോഴ്സ് വരാം. അപ്പൊ ഇതിൽ റോളർ സപ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലി കൊടുക്കുമ്പോൾ എന്താണ്? അത് സ്റ്റേബിൾ ആയിരിക്കില്ല അല്ലേ. ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും? 2 ഭാഗവും റോളർ ആയതുകൊണ്ട് തന്നെ 2 ഭാഗത്തോട്ട് മൂവ്മെന്റ് എന്താവും? പോസിബിൾ ആവും. അപ്പോൾ ഹൊറിസോണ്ടലി എന്ത് ചെയ്യുന്നില്ല? അതിനെ കൺസ്ട്രെയിൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തത് വെർട്ടിക്കൽ ഫോഴ്സ് മാത്രം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ റോളർ സപ്പോർട്ട്, രണ്ട് എൻഡിലും റോളർ സപ്പോർട്ട് കൊടുക്കാം. എന്നാൽ നമ്മൾ ഈ 3 ഫോഴ്സുകളും കൺസിഡർ ചെയ്യുക, ഹൊറിസോണ്ടലും വെർട്ടിക്കലും അതേപോലെ തന്നെ ഇൻക്ലൈൻഡും വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബീമിന് എക്സ്പാൻഷൻ ഉണ്ടാവും. ഈ ബീമിന് എക്സ്പാൻഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം? അതിന് മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കണം. ഈ തെർമൽ എക്സ്പാൻഷന് കാരണം അതിന് മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കണം. അപ്പൊ അതിന് മൂവ്മെന്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്
സാധാരണയായിട്ട് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡുകൾക്ക് ഒരെൻഡിൽ റോളർ സപ്പോർട്ട് കൊടുക്കുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോൾ അത് മൂവ് ചെയ്യാതെ അതിനെ റെസിസ്റ്റ് ചെയ്ത് ഇരിക്കുകയും വേണം. അപ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്യണം, കൺസ്ട്രെയിൻഡ് ആയിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഭാഗം ഹിഞ്ചഡ് കൊടുക്കും. അപ്പോൾ ഹിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ മൊമെന്റും പോസിബിൾ ആണ്. മൊമെന്റിനെ എന്ത് ചെയ്യും, അത് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിന്. സോ നമുക്കിങ്ങനെ പറയാം, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു എൻഡ് റോളർ ആണെങ്കിൽ മറ്റേ എൻഡ് വിൽ ബി എ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ എ കാൻഡിലിവർ ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വിൽ ബി. ഒരു കാൻഡിലിവർ ബീം ഉണ്ട്. ആ കാൻഡിലിവർ ബീമിന്റെ മുകളിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ത്രൂ ഔട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ കാണുന്നത് പോലെ ഒരു എൽ എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ഒരു കാൻഡിലിവർ ഉണ്ട്. കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ കാൻഡിലിവറിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് UDL കൊടുത്തിട്ടുണ്ട്. UDL W എന്നാണ്, നമ്മൾ എന്താണ് ഒരു മീറ്ററിൽ W ആണ് അതിന്റെ വെയിറ്റ് ഉള്ളത് എന്ന് വിചാരിക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ. അപ്പം നമുക്ക് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഒരു UDL വരികയാണ് എന്നുണ്ടെങ്കിൽ UDL ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സിൻസ് ഷിയർ ഫോഴ്സ് എന്താണ്, ഫ്രീ എൻഡിൽ 0 ആയതുകൊണ്ട് തന്നെ 0യിൽ നിന്ന് മാക്സിമത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു കാൻഡിലിവർ ബീമിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം പോവുക. അപ്പോൾ അതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ UDLന് നമ്മൾ എന്താണ്, പാരാബോളയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, എൻഡിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാരാബോള ഷേപ്പിൽ അതിന്റെ ഫിക്സഡ് എൻഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഈ ഭാഗം എന്താണ്, ഒരു പാരാബോളയാണ്. സോ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ എ കാൻഡിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് UDL ആണ് അതിന്റെ മുകളിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പാരാബോള ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊഡക്റ്റ് EI ഈസ് ഓൾസോ നോൺ ആസ്. EI എന്നുള്ളത് എന്താണ്? EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫ്ലെക്ചറൽ റിജിഡിറ്റി. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഇലാസ്റ്റിക് മോഡുലസ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് മോഡുലസ് ആണ്, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും E. ആൻഡ് I ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ഈ ഇയുടെയും ഐയുടെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷിയർ മോഡുലസ്. എന്താണ് ഷിയർ മോഡുലസ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി ഷിയർ സ്ട്രെസ് ടു ദി ഷിയർ സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു ഫ്ലെക്ചറൽ റിജിഡിറ്റി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബീം സെക്ഷൻ ഹാസ് ടു ബി റീഡിസൈൻഡ് ഇഫ് ദ ഷിയർ സ്ട്രെസ് എക്സീഡ്സ് ദ അലവബിൾ ഷിയർ സ്ട്രെസ് ബൈ. അലവബിൾ ഷിയർ സ്ട്രെസ്സിനേക്കാളും എത്ര ടൈംസ് ഷിയർ സ്ട്രെസ് കൂടിയാലാണ് ഒരു ബീം റീഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഷിയറിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലവബിൾ ഷിയർ സ്ട്രെസ്സിനേക്കാളും 4 ടൈംസ് ഇൻക്രീസ് ഷിയറിന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബീം റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈസ് കൺസിഡേർഡ് ആസ് എ ഡീപ് ബീം ഇഫ് ദ റേഷ്യോ ഓഫ് ദ ഇഫക്റ്റീവ് സ്പാൻ ടു ദി ഓവറോൾ ഡെപ്ത് ഈസ് ലെസ് ദാൻ. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഡീപ് ബീമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് സ്പാൻ ടു ദി ഓവറോൾ ഡെപ്ത് റേഷ്യോ എത്രയാവുമ്പോഴാണ് അതിനെ ഡീപ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ IS കോഡ് 456 പറയുന്നത് 29ാമത്തെ ഹെഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ക്ലോസിൽ 29.1 ബീം ഷാൾ ബി ഡീംഡ് ടു ബി എ ഡീപ് ബീം. ഒരു ബീമിനെ ഡീപ്പ് ബീം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം വെൻ ദ റേഷ്യോ ഓഫ് ദ ഇഫക്റ്റീവ് സ്പാൻ ടു ദി ഓവറോൾ ഡെപ്ത് L/D റേഷ്യോ എന്നുള്ളത് ഷുഡ് ബി ലെസ് ദാൻ 2 ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ L/D റേഷ്യോ, അതായത് ഇഫക്റ്റീവ് സ്പാൻ ടു ദി ഓവറോൾ ഡെപ്ത് റേഷ്യോ 2 ആണ്, അല്ലെങ്കിൽ 2വിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ട് കൺസിഡർ ചെയ്യുകയും 2.5വിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ ഒരു കണ്ടിന്യൂസ് ബീം ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് IS കോഡിലുള്ള പ്രൊവിഷൻ ആണ്. L/D റേഷ്യോ 2വിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ടും 2.5വിനേക്കാൾ കുറവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ബീം ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി അടുത്തത് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ഔട്ടർ മോസ്റ്റ് ഫൈബർ. ഒരു കോൺക്രീറ്റിന്റെ മാക്സിമം സ്ട്രെയിൻ, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ വരുന്ന മാക്സിമം സ്ട്രെയിൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 0.0035 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മാക്സിമം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ് ശരിക്കും സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ 0.0035 ആണ് മാക്സിമം സ്ട്രെയിൻ ഒരു കോൺക്രീറ്റിന്റെ. എന്നാൽ അതിന്റെ
ഓക്കെ, അപ്പോൾ മാക്സിമം സ്ട്രെയിൻ ഇൻ ഔട്ടർ മോസ്റ്റ് ഫൈബർ എന്ന് പറയുന്നത് 0.0035 ആണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ ദി ആക്സിയൽ കംപ്രഷൻ എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെയിൻ ഇൻ എ കോൺക്രീറ്റ് ഫോർ ആക്സിയൽ കംപ്രഷൻ എന്ന് പറയുന്നത് 0.002 ആണ്. അത് ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അപ്പോൾ സെന്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002ഉം ഔട്ടർ മോസ്റ്റ് ഫൈബറിലാണെന്നുണ്ടെങ്കിൽ 0.0035 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആങ്കറേജ് വാല്യൂ ഓഫ് 90 ഡിഗ്രി ഹുക്ക് ഈസ് 90 ഡിഗ്രി ഹുക്കിന്റെ ആങ്കറേജ് വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഈ ആങ്കറേജ് വാല്യൂ? ആങ്കറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റിൽ നമ്മൾ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അത് ആങ്കർ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഒരു ഹുക്ക് പോലെ ഒരു ബെൻഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആങ്കർ ചെയ്ത് വെക്കണം എന്നാണ്. കാരണം അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കോൺക്രീറ്റ് ഇടുമ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ബാർ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആങ്കറിങ് അല്ലെങ്കിൽ ഹുക്ക് നമ്മൾ റീഇൻഫോഴ്സ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ, ആ ആങ്കറേജ് വാല്യൂ എന്നുള്ളത് നമുക്ക് പല തരത്തിലുള്ള ഹുക്കുകളുണ്ട് അല്ലേ. 45 ഡിഗ്രി വളച്ചു വെക്കുന്നതുണ്ട്, 90 ഡിഗ്രി വളച്ചു വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ യു ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെക്കുന്നതും ഉണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ആങ്കറേജ് വാല്യൂല് 45 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ 4 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. ഏത് ബാറാണോ ഉപയോഗിക്കുന്നത് അതിന്റെ 4 ഇരട്ടി ആയിരിക്കണം ആങ്കറേജ് വാല്യൂ എന്നുള്ളത്. എന്നാൽ അത് 90 ഡിഗ്രി ഹുക്ക് ആണെങ്കിൽ 8 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആങ്കറേജ് വാല്യൂ ഓഫ് 90 ഡിഗ്രി ഹുക്ക് വിൽ ബി 8 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദ ബാർ. ആൻഡ് യു ഷേപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ തിരിച്ചു വെക്കുന്നത്, യു ടൈപ്പ് ഹുക്കാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 16 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സ്റ്റീൽ എന്ത് ചെയ്യേണ്ടി വരും, ആങ്കർ ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 45 ഡിഗ്രി ഹുക്ക് ആണെങ്കിൽ 45 ഡിഗ്രി ബെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ 4 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദ ബാർ. 90 ഡിഗ്രി ഹുക്ക് ആണെന്നുണ്ടെങ്കിൽ 8 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. ആൻഡ് യു ഷേപ്പിൽ, യു ടൈപ്പിലാണ് നമ്മൾ ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് 16 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദ ബാർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷിയർ ടേക്കൺ ബൈ ബെൻഡപ്പ് ബാർ ഈസ് ലിമിറ്റഡ് ടു. ഒരു ബെൻഡപ്പ് ബാർ എടുക്കുന്ന ഷിയർ എത്രയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഡിസൈൻ ക്രൈറ്റീരിയയാണ്. ശരിക്കും ബെൻഡപ്പ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാർ എന്ത് ചെയ്യും, നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ബാർ എന്ത് ചെയ്യും, സ്ലാബിൽ ബെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ ബെൻഡപ്പ് ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൻഡപ്പ് ബാർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഷിയർ എത്രത്തോളം എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം എത്രയാണോ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് ഉള്ളത്, ആ റീഇൻഫോഴ്സ്മെന്റ് പകുതി റീഇൻഫോഴ്സ്മെന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഷിയർ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ ഷിയർ എത്രയാണോ ആ ഷിയറിന്റെ പകുതി മാത്രമേ ഈ ബെൻഡപ്പ് ബാറുകൾ എടുക്കുള്ളൂ. അതായത് VS/2 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോഡ് ഓഫ് ഫെയിലിയർ ഇൻ ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയൽ? ഫില്ലറ്റ് വെൽഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മോഡ് ഓഫ് ഫെയിലിയർ ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതായിരിക്കും, ഷിയർ ഫെയിലിയർ ആണ് നമ്മൾ ഫില്ലറ്റ് വെൽഡിൽ ഉണ്ടാവുന്നത്. നമ്മുടെ ഫില്ലറ്റ് ചെയ്തിട്ടുള്ള വെൽഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷിയർ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.